ഫാദർ ബോബിൻ, നമസ്കാരം. ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിക്കുന്നവരെല്ലാം അദ്ദേഹത്തിൻ്റെ കാലം അത് സഭയ്ക്ക് തന്നെ ഒരു ഉണർവ് നൽകിയ, സഭയുടെ കണ്ണ് എല്ലാവരിലേക്കും എത്തുന്നു എന്ന് ഓർമ്മപ്പെടുത്തിയ ഒരു കാലമെന്നാണ് അടയാളപ്പെടുത്തിയത്. അങ്ങേക്ക് അദ്ദേഹത്തിൻ്റെ വിയോഗവേളയിൽ എന്താണ് മാർപ്പാപ്പയെക്കുറിച്ച് ആദ്യമായി തന്നെ പറയാനുള്ളത്? വളരെ ദുഃഖകരമായ ഒരു നിമിഷത്തിലൂടെയാണ് വത്തിക്കാൻ സ്ക്വയറിലുള്ള ജനനിബിഡങ്ങൾ ഇവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ ഈ വത്തിക്കാൻ സ്ക്വയറിലെ ഫ്രാൻസിസ് പാപ്പ 38 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം ജനങ്ങളെല്ലാം അഭിസംബോധന ചെയ്യുവാനും ലോകം മുഴുവൻ ആശീർവദിക്കുവാനും വരികയും പ്രാർത്ഥനകൾ ചൊല്ലി ലോകത്തെ മുഴുവൻ അഭിസംബോധനയും ചെയ്യുകയും ചെയ്തതിനു ശേഷം ഈ വത്തിക്കാൻ സ്ക്വയറിലെ ജനങ്ങളെല്ലാം സന്ദർശിക്കുകയും ആശീർവദിക്കുകയും എല്ലാ രോഗികളുടെ അടുക്കലൊക്കെ പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതായിരുന്നു ഇന്നലെ ഇതേ സമയത്ത് തന്നെ. പക്ഷെ ഇന്ന് ഈ ദിവസം ഫ്രാൻസിസ് പാപ്പ ഇവിടെ ഇല്ല, അദ്ദേഹം കാലം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് വളരെ വിഷമത്തോടു കൂടിയാണ് വത്തിക്കാനിലും റോമിലുമുള്ള എല്ലാ ജനതകളും ഈ സംഭവത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഫ്രാൻസിസ് പാപ്പ ഇവിടെ വന്നപ്പോൾ പലരും പറയുകയുണ്ടായി, ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യം ക്ഷീണിതമാണെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മാവ് വളരെ ശക്തമാണ്. അദ്ദേഹത്തിന് നമുക്കറിയാം, ജമേലി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ദിവസം തൊട്ട് അദ്ദേഹത്തോട് 2 മാസത്തോളം ആശുപത്രിയിൽ നിന്ന് മാറി റെസ്റ്റ് എടുക്കണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും അതൊന്നും വകവെക്കാതെ ജനങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി, ജനങ്ങളുടെ ഒരു ഇടയനായി, നല്ല ഇടയനായി ജനങ്ങളുടെ ഇടയിലേക്ക് തന്റെ രോഗങ്ങളും ക്ഷീണമൊന്നും നോക്കാതെ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന ആ ഇടയനെ കുറിച്ചാണ് ഇന്ന് ഈ വത്തിക്കാന്റെ മുന്നിലായിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്നത്. ഫാദർ ബോബിൻ, ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലം ചെയ്ത ആ ഒരു വിവരം അത് സ്ഥിരീകരിക്കുകയും അതോടൊപ്പം തന്നെ വത്തിക്കാനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള നടപടികൾ നടത്തുന്നതുമൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ ആക്ടിംഗ് കാമർലങ്കോ കർദിനാൾ കെവിൻ ജോസഫ് ഫാരൽ ആയിരിക്കില്ലേ ഈ ക്രമീകരണങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിക്കുക? അങ്ങനെയുള്ള മേൽനോട്ടം, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ചാപ്പലിലേക്ക് മാർപ്പാപ്പയുടെ ഭൗതികദേഹം മാറ്റുന്നതടക്കമുള്ള ചടങ്ങുകൾ അവിടെ ഇപ്പോൾ നടക്കുകയാണ്. അതെ, ഇപ്പൊ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളെ കുറിച്ച് പറയുമ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ഒരു സമയം ഇതുവരെ അവരെ അറിയിച്ചിട്ടില്ല. പക്ഷെ എങ്കിലും നമുക്കറിയാവുന്നത് പ്രകാരം ഫ്രാൻസിസ് പാപ്പയുടെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തെ മരിയ മേജർ ബസിലിക്ക എന്ന് പറഞ്ഞ ഒരു ബസിലിക്കയിലാണ്, മരിയ മേജർ എന്ന് പറഞ്ഞ ഒരു ബസിലിക്കയിലായിരിക്കും അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം കൊള്ളുക. കാരണം ഈ ദേവാലയത്തിന് വളരെ പ്രത്യേകതയുണ്ട്. ഈ ബസിലിക്കയിലാണ് ഫ്രാൻസിസ് പാപ്പ ഏതൊരു വിദേശയാത്ര നടത്തുമ്പോഴും അതിന് തുടങ്ങുമ്പോഴും അതിന്റെ അവസാനവും അവിടെ പോയി പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം പ്രാർത്ഥിച്ചാണ് അദ്ദേഹം എല്ലാ തന്റെ ഔദ്യോഗിക യാത്രകൾ തുടരുന്നതും അവസാനിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് പാപ്പയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അവിടെ തന്നെ അന്ത്യവിശ്രമം കൊള്ളണമെന്നുള്ളത്. ഇനിയിപ്പോൾ 9 ദിവസത്തെ ദുഃഖാചരണമാണ് സാധാരണഗതിയിൽ നമ്മൾ കാണാറുള്ളത്. നൊവൻഡിയേൽ ഒപ്പം ദേശീയ ദുഃഖാചരണമായി ഇറ്റലി പ്രഖ്യാപിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു അവിടെ? അത് ഇതുവരെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒന്നും തന്നെ വേറെ മരണത്തെ കുറിച്ചുള്ള അറിയിപ്പ് മാത്രമേ ഔദ്യോഗികമായിട്ട് നൽകിയിട്ടുള്ളൂ. ഇനി അദ്ദേഹത്തിന്റെ മരണച്ചടങ്ങും അത് ഇനിയും തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഒത്തിരിയേറെ ക്രമങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ബാക്കിയെല്ലാം ശവസംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതും പൊതുദർശനവുമായിട്ട് ബന്ധപ്പെട്ടതും എല്ലാം വളരെ ലളിതപൂർവ്വം നടത്തണമെന്ന് തന്നെയാണ് ഫ്രാൻസിസ് പാപ്പ ആഗ്രഹിച്ചിരുന്നതും അതേ രീതിയിലായിരിക്കും ഇവിടെയുള്ള കർദിനാൾമാര് ഓർഗനൈസ് ചെയ്യുന്നതും. ഫാദർ ബോബിൻ, വത്തിക്കാൻ ചത്തുരത്തിൽ അവിടെ എത്തുന്ന ആളുകൾ ഇപ്പോഴും അങ്ങയുടെ പിന്നിൽ ഒരുപാട് പേരെ കാണാൻ കഴിയുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ അസുഖബാധിതനായി കിടന്നപ്പോൾ ആശുപത്രിയിൽ നിന്ന് തിരികെ എത്തിയപ്പോൾ ഒക്കെ ഒരുപാട് പേർ അദ്ദേഹത്തെ കാണുന്നതിനായി കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മാർപ്പാപ്പയ്ക്ക് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുന്നത് നമ്മൾ കണ്ട ഇടമാണ്. അവിടെ ഇപ്പോൾ ഒരു വലിയ വിടവല്ലേ അദ്ദേഹത്തിൻ്റെ വിയോഗം ഉണ്ടാക്കിയിരിക്കുന്നത്? അതെ, ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കാണുമ്പോൾ ഇന്നിപ്പോ ഒത്തിരിയേറെ ജനങ്ങളാണ്. വത്തിക്കാൻ സ്ക്വയർ മുഴുവൻ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനോടുള്ള മരണത്തിന്റെ അനുശോചനം അറിയിക്കുവാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിരവധി ആളുകളാണ്, ലോകമെമ്പിൽ നിന്നുള്ള ഒരുപാട് പേരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ടത്, ഫ്രാൻസിസ് പാപ്പ ഈ വത്തിക്കാൻ സ്ക്വയറിൽ വന്നുകൂടുന്ന എല്ലാ പാപങ്ങളോടും
അതുപോലെ തന്നെ പാവങ്ങളായിട്ടുള്ള ജനങ്ങളോടും അതുപോലെ തന്നെ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന എല്ലാ വ്യക്തികളോടും വളരെ മമതയും, പ്രത്യേകിച്ച് രോഗികളോടും വീൽ ചെയറിൽ വരുന്നവരോടും കുട്ടികളോടൊക്കെ വളരെ കരുണാപൂർവം പെരുമാറുകയും ചെയ്തിരുന്ന ഒരു പാപ്പയായിരുന്നു. അതുപോലെ നമുക്കറിയാം വത്തിക്കാൻ സ്ക്വയറിൽ എല്ലാ ദിവസവും തന്നെ വൈകുന്നേരവും ഉച്ചഭക്ഷണവും എല്ലാം ഇവിടെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഭക്ഷണ വിതരണവും അതുപോലെ തന്നെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയത് ഈ ഫ്രാൻസിസ് പാപ്പയുടെ വലിയൊരു ശക്തമായ നേതൃത്വത്തിന്റെ പിന്നിലാണ് ഇതെല്ലാം ഇവിടെ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയൊരു വിഷമത്തിലൂടെയാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഫാദർ ബോബിൻ, നമുക്ക് ഏറ്റവും ഒടുവിൽ ഒരു സമ്മാനമായി കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാടിനെ സഭയുടെ രാജകുമാരനായി ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം നമുക്ക് ഭാരതത്തിനൊരു സമ്മാനം തന്നത്. അങ്ങനെ ഒരുപാട് നമ്മുടെ രാജ്യത്തെയും സ്നേഹിച്ച ഒരു മാർപ്പാപ്പയാണ് വിടവാങ്ങുന്നത് എന്നത് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട്, കേരളത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെയും മനസ്സിൽ അദ്ദേഹത്തിനുള്ള ഇടം വളരെ വലുതാണ്. മലയാളികൾക്ക് ഒരുപാട് ഹൃദയത്തിൽ ഇടം പിടിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഓരോരുത്തരും എടുത്തു പറയുന്നുണ്ട് അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ. അതും ഒരു പ്രത്യേകതയായി തന്നെ നമ്മുടെ മുന്നിലുള്ളതല്ലേ ഫാദർ ബോബിൻ? അതെ, അദ്ദേഹത്തിന് ഇന്ത്യയിൽ വരുവാനായിട്ട് ഒത്തിരിയേറെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം പലതവണ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പല വ്യത്യസ്തമായ കാരണങ്ങളാൽ അദ്ദേഹത്തിന് ഇതുവരെ ഇന്ത്യയിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല. വളരെ വിഷമകരമായ കാര്യമാണത്. എന്നിരുന്നാലും അദ്ദേഹം വളരെ വളരെ വ്യത്യസ്തമായ ഒരു നേതാവായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം, നമുക്കറിയാം, എന്റെ തൊട്ടുപുറകിൽ അവിടെ സൈഡിൽ കാണുന്നതാണ് പേപ്പൽ റൂംസ്, ഈ ഔദ്യോഗികമായിട്ടുള്ള പേപ്പൽ പാലസ്. ഈ ഫ്രാൻസിസ് പാപ്പ സഭയുടെ രാജകുമാരനായി തീരുകയും അതുപോലെ തന്നെ സഭയുടെ നേതൃസ്ഥാനത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം എടുത്ത വലിയ ആദ്യത്തെ തീരുമാനം ഇത് തന്നെയാണ്: എനിക്കൊരു ഗസ്റ്റ് ഹൗസിൽ താമസിച്ചാൽ മതിയെന്ന്. ഔദ്യോഗികമായിട്ടുള്ള പേപ്പൽ പാലസിൽ താമസിക്കാതെ എനിക്ക് ഒറ്റപ്പെട്ട് ജനങ്ങളിൽ നിന്ന് അകന്ന ഒരു പാലസിലല്ല താമസിക്കേണ്ടത്, മറിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു ഗസ്റ്റ് ഹൗസിൽ സാധാരണമായിട്ടുള്ള രീതിയിലാണ് ഫ്രാൻസിസ് പാപ്പ ജീവിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, ഫ്രാൻസിസ് പാപ്പ ജമേലി ആശുപത്രിയിൽ നിന്ന് പുറത്ത് ഡിസ്ചാർജ് ആയി പോയ സമയത്ത് പോലും ഞങ്ങളെല്ലാം വലിയ കാറിൽ ഫ്രാൻസിസ് പാപ്പ പുറത്തു വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫ്രാൻസിസ് പാപ്പ വളരെ ലളിതവുമായിട്ടുള്ള ഒരു മോഡസ്റ്റ് കാർഡില് സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ ഫ്രാൻസിസ് പാപ്പ പുറത്തു വരികയൊക്കെയാണ് ചെയ്തത്. അതുപോലെ വളരെ ലാളിത്യത്തിന്റെ ഒരു ഫ്രാൻസിസ് പാപ്പയാണ് നമുക്കെല്ലാവർക്കും വളരെ തിരുസഭയ്ക്കും ലോകത്തിന് മുഴുവൻ വലിയൊരു നഷ്ടമായിട്ടാണ് ഇതിനെ കാണുവാനായിട്ട് സാധിക്കുന്നത്. വളരെയധികം നന്ദി ഫാദർ ബോബിൻ. വീണ്ടും എത്താം ഫാദർ ബോബിനിലേക്ക്. വത്തിക്കാൻ ചത്തുരത്തിൽ നിന്നാണ് ഫാദർ ബോബിൻ റിപ്പോർട്ടറിനൊപ്പം ചേർന്നത്. ഒരുപാട് പേർ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഒരു നോക്ക് കാണാനായി വന്നു നിന്ന ഇടത്തു നിന്നാണ് ഫാദർ ബോബിൻ ഇപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് നമുക്കൊപ്പം ചേർന്നത്. ഓരോരുത്തരും പറയുന്നത് മനുഷ്യരിലേക്ക് തുറന്നു വയ്ക്കുന്ന ഒരു കണ്ണ്, ആ കണ്ണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഉണ്ടായിരുന്നു എന്നതാണ്. ആ ജീവിതം, ബാല്യം മുതൽ കടന്നു വന്ന വേദനകൾ, അത് മറ്റൊരാളിൽ ആ വേദന കാണുമ്പോൾ ആ വേദനയെ തൻ്റെ വേദനയായി അനുഭവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പഥത്തിലെ ഏറ്റവും നല്ല നന്മയുടെ അനുഭവം എന്ന് പറയുന്നത്. ആ നന്മ എല്ലാവരിലേക്കും പകർന്നാണ് അദ്ദേഹം വിട പറയുന്നത്.